കോടികൾ മുടക്കി നവീകരണം നടക്കുന്ന ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി കവിലട റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കും മെല്ലെപ്പോക്കിനുമെതിരെ UDF പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ഇതിന്റെ ആദ്യപടിയായി വെള്ളിയാഴ്ച സായാഹ്ന ധർണ നടത്തുമെന്ന് UDF നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി കവിലട റോഡ് പ്രവൃത്തിയിലെ മെല്ലെപ്പോക്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കുമെതിരെയാണ് പ്രതിഷേധം വ്യാപകമാവുന്നത്. അധികൃതരുടെ നിലപാടിനെതിരെ ചെറുവാടി UDF കമ്മിറ്റി പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ്. മാസങ്ങളായി പ്രവൃത്തി ആരംഭിച്ചിട്ടും ഇതുവരെയും റോഡ് പണി പൂർത്തിയാക്കാനായിട്ടില്ലെന്നും കരാറുകാരൻ്റെ അനാസ്ഥയാണ് ഇതിന് പ്രധാന കാരണമെന്നും PWD ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നിരവധി തവണ നാട്ടുകാരും വിവിധ സംഘടനകളും പരാതി നൽകിയിട്ടും കരാറുകാരനോ ഉദ്യോഗസ്ഥരോ പണി പൂർത്തീകരിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് സായാഹ്ന ധർണ സംഘടിപ്പിക്കുമെന്നും UDF നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ധർണയിൽ UDF സംസ്ഥാന ജില്ലാ മണ്ഡല നേതാക്കൾ പങ്കെടുക്കും. കരാറുകാരനും ജൽജീവൻ മിഷൻ പദ്ധതിയിലെ കരാറുകാരനും തമ്മിലുള്ള പ്രശ്നങ്ങളും റോഡ് പണി നീണ്ടുപോകാൻ കാരണമായിട്ടുണ്ട്. സ്ഥലം MLAയോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അദ്ദേഹം കാഴ്ചക്കാരനായി നോക്കി നിൽക്കുകയല്ലാതെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ചെറുവാടി CHCയിലേക്ക് പോകുന്ന രോഗികളുമടക്കം ഉപയോഗിക്കുന്ന റോഡാണിത്. തീർത്തും അശാസ്ത്രീയമായ പ്രവൃത്തിയാണ് നടത്തുന്നതെന്നും റോഡിൻ്റെ സൈഡിൽ നിർമ്മിച്ച ഡ്രെയിനേജിൽ കൂടിയല്ല മഴവെള്ളം പോകുന്നതെന്നും ഇപ്പോഴും റോഡിൽ കൂടെയാണ് വെള്ളം പരന്നൊഴുകുന്നതെന്നും UDF നേതാക്കൾ പറഞ്ഞു. ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി കവലട റോഡിൻ്റെ റോഡ് പ്രവൃത്തിയുടെ PWD റോഡാണ്. ഇതിൻ്റെ പ്രവൃത്തിയുടെ മെല്ലെപ്പോക്കിന് അതുപോലെ തന്നെ ചെയ്ത പ്രവൃത്തിയിലെ അശാസ്ത്രീയതയ്ക്കുമെതിരെ ചെറുവാടി UDF കമ്മിറ്റി സമരത്തിനിറങ്ങുകയാണ്. ഈ 13-ാം തീയതി വെള്ളിയാഴ്ച 4 മണിക്ക് സായാഹ്ന ധർണയോടുകൂടി നമ്മൾ സമര പരിപാടി ആരംഭിക്കുകയാണ്. റോഡിൻ്റെ ചില സ്ഥലങ്ങളിൽ 2 ഭാഗവും 2 രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന് ഒലിച്ചിറങ്ങുകയാണ്. ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉപയോഗിച്ചിരുന്ന പഞ്ചായത്ത് മിനി സ്റ്റേഡിയം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഗ്രൗണ്ടിലേക്ക് റാമ്പ് പോലും നിർമ്മിച്ചിട്ടില്ലെന്നും UDF നേതാക്കൾ പറഞ്ഞു. 1.5 വർഷമായി ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് ഒരു കാലവർഷം മുഴുവനും ഹൈസ്കൂളിലെ കുട്ടികളും ആ നാടും ദുരിതം അനുഭവിച്ചതാണ്. എന്നിട്ട് റോഡിൻ്റെ പണി തീരുമെന്ന് കരുതി നിന്നതാണ്. ഇപ്പോൾ ഒരു തടസ്സമില്ല. ചുള്ളിക്കാപ്പറമ്പെന്ന് നടക്കൽ പാലം വരെ പണി ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ ഏകദേശം ഒറ്റ കുറവാണെങ്കിൽ ആ ഭാഗം വരെ പിന്നെയും ചെയ്തു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒറ്റ വരെ ചെയ്തിട്ടില്ല. ഈ രീതി പിന്നെ ഡ്രെയിനേജിൻ്റെ കാര്യം, ഡ്രെയിനേജ് വെറുതെ ഉണ്ടാക്കിയതാണ്. അതായത് ഡ്രെയിനേജ് ഉയർന്നു റോഡ് താഴ്ന്ന രീതിയിലാണല്ലോ. ഒരിക്കലും ഡ്രെയിനേജിലൂടെ വെള്ളം തീർത്തും അശാസ്ത്രീയമായിട്ടാണ് ആ റോഡ് പണി നടന്നിട്ടുള്ളത്. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വാർഡ് മെമ്പർ മജീദ് രഹില, UDF നേതാക്കളായ അഷ്റഫ് കൊളക്കാടൻ, SA നാസർ, PKC കുഞ്ഞോയി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.